അസ്സലാമലൈക്കും. പുസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ, കല്യാണ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണ വീഡിയോ ഇട്ട എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ. അതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇത് അത്ര വലിയ വീഡിയോസൊന്നുമല്ല എങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ട, ഒരുപാട് ബോറടിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഫസ്റ്റായിട്ടും സെക്കൻഡായിട്ടും ഇട്ടത്. അപ്പോൾ ഇത് കളമശ്ശേരിയിലാണ് കേട്ടോ, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പോണ വഴിയിൽ കുസാറ്റും ആ ഭാഗമൊക്കെ ഭയങ്കര അടിപൊളി സംഭവമാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ കുസാറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ. എത്ര സമയം സ്പെൻഡാക്കിയാലും നമുക്ക് മതിയാവില്ല, അത്രയും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ വാവൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ 1-2 കാര്യങ്ങൾക്ക് കുസാറ്റിൽ പോകേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്യും, കാരണം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസിൽ വോയിസ് കൊടുക്കുമ്പോൾ ഒന്നും സൗണ്ടൊന്നും ശരിയായിട്ടില്ല, ബോഡി ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. കാരണം കുറേ ദിവസം വയ്യാണ്ട, എനിക്കിങ്ങനെയൊന്നും വയ്യാതെ ആവലില്ല കേട്ടോ. പക്ഷെ എന്തോന്ന് അറിഞ്ഞൂടാ, കല്യാണത്തിന് ഒരുപാട് നമ്മൾ ഫുഡിൽ ചേഞ്ച് വരുത്തിയിട്ടൊന്നുമല്ല, എന്തോ സംഭവം, എന്തോ വൈറൽ പനി എന്തോ സംഭവമാണ് കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കും പിടിച്ചാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇത്തിരി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കുട്ടികൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ കാരണമായിട്ട് ഞാൻ എടുക്കണില്ല. പക്ഷെ ഞാനത് ഒന്നും ഭക്ഷണത്തിൽ എന്തൊക്കെ വന്നാലും വലിയ ചേഞ്ച് വരുത്താത്ത ആളാണ്. അപ്പോൾ ഈ ഒരു വോയിസ് അതാണ് കുറച്ച് വയ്യത് കേട്ടോ. കാരണം നമ്മളെ വോയിസ് ക്ലിയർ അല്ലായിരുന്നു, ബോഡി വളരെ വീക്കായിരുന്നു അത്രയും. കാരണം ഇങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വയ്യായി വന്നിട്ടില്ല. എന്തോ ഈ പനി വല്ലാണ്ട് നമ്മളെ തളർത്തി കളഞ്ഞു. അപ്പോൾ ദാ നമ്മളെ ഓഡിറ്റോറിയത്തിൽ എത്തിട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ, നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ അതിലുപരി നമ്മളെ കുടുംബങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഏത് കാര്യമായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് എന്താ വെച്ചാൽ എന്നും നമുക്ക് പണ്ടത്തെ കാലം പോലെയല്ല, നമ്മൾ ആരെ വീട്ടിലേക്കും അങ്ങനെ പോവില്ല. പക്ഷേ നമ്മളിങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളാണ് കാണുക. അപ്പോൾ കണ്ടുമുട്ടുമ്പോഴും ഒരുപാട് പിന്നെ നമുക്ക് പിന്നെ എന്നാ കാണുക എന്നുള്ളത് നമുക്ക് പിന്നെ അറിയാൻ പറ്റില്ല, അതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട്, അപ്പോൾ അവിടെ പെണ്ണിൻ്റെ കൂടെയുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് സ്റ്റേജിൽ വെച്ചിട്ട്. പെണ്ണിനും ചെക്കനൊക്കെ പാല് കൊടുക്കണം, മാലടൽ, അങ്ങനത്തെയൊക്കെ താലി കെട്ടണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു കേട്ടോ. എല്ലാം കാണാമെന്ന് വിചാരിച്ചു, ഷൂട്ട് ചെയ്യുക കാണാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തത്തിലുള്ള ആളുകൾ മാത്രമുള്ള കല്യാണം കേട്ടോ. തലേ ദിവസത്തെ കല്യാണത്തിന് നമ്മളെ കുറേ പുറത്തുനിന്ന് ഒരുപാട് ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു രസമായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഇത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ കല്യാണമൊക്കെ വിളിക്കാറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു ദിവസം എങ്ങനെ പോകണമെന്ന് തന്നെ അറിയാൻ പറ്റൂല, എത്ര പെട്ടെന്ന് അറിയാം സമയം കഴിഞ്ഞ് പോവാം. അങ്ങനെ പുതിയാപ്പളിയും പുതിയണ്ണൊക്കെ ആയിട്ടുള്ള മാലടലും ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പോൾ കാരണം ആ മാലടൽ പെണ്ണും ചെക്കനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവരെ പറ്റിക്കാൻ കേട്ടോ. അങ്ങനെ മാലടുമ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് പോകലും, അതേപോലെ തന്നെ പെണ്ണ് മാലടുമ്പോൾ ചെക്കൻ ഇങ്ങനെ ബാക്കിലേക്ക് പോകലും, അങ്ങനെ ഭയങ്കര പറ്റിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ചിട്ടോ, 10-37 കൊല്ലം മുമ്പ് ഞാനിതുപോലെ മാലടലും താലികെട്ടലും ഒക്കെ ഉള്ള കല്യാണമായിരുന്നു കേട്ടോ എൻ്റെ. പക്ഷെ അന്ന് ഫോട്ടോസൊക്കെ കണ്ടപ്പോഴാണ് മാലട്ടു താലി കെട്ടിയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം നമ്മളേതോ ഒരു മായാലോകത്തിലായിരുന്നു. കാരണം നമ്മൾ വളരെ ചെറുതായിരുന്നു. പിന്നെ കാലഘട്ടം ഒരുപാട് പിന്നിലേക്ക് പോയ കാലഘട്ടമാണല്ലോ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളെ പഴയ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാലഘട്ടമൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി അടിച്ച് പൊളിക്കായിരുന്നു. ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ വാപ്പിയമ്മയാണ് കേട്ടോ, അപ്പുറമൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ. പിന്നെ ഇത് ഞങ്ങളുടെ അമ്മായിയുടെ മോനും മരുമോളുമാണ് കേട്ടോ. മോൻ്റെ മോനും മരുമോളും. അങ്ങനെ പിന്നെ കുറേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. മട്ടൻ ബിരിയാണി ആയിരുന്നു, പിന്നെ വെജിറ്റേറിയൻ ഉണ്ട് കേട്ടോ.
പിന്നെ ചിക്കൻ പൊരിക്കലും ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞാനും ചിപ്പുകൂട്ടനും ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ചില്ലും ജിനും ഫുഡ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ അമ്മായിമാരുടെ മക്കളും മരുമക്കളൊക്കെ ഞങ്ങൾ എങ്ങനെ കൂടുമ്പോൾ ഭയങ്കര കമ്പനി ആട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റേജുകളുണ്ട്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അമ്മയുടെ ഇങ്ങനെ മക്കളെയും മരുമക്കളെയും എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ സ്വന്തം കുടുംബം പോലെ തന്നെയാണ് കേട്ടോ അവർ ഇങ്ങോട്ടും അതേപോലെ നമ്മൾ അങ്ങോട്ടും. അപ്പോൾ അത് കാരണം നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. പിന്നെ ഞങ്ങൾ കുറേ സമയമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ പിന്നെ ഞങ്ങളെ കുടുംബക്കാരായിട്ടൊക്കെ ഒരുപാട് വർത്തമാനം പറഞ്ഞു. അതിന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അവിടെയും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. അപ്പം ഞങ്ങൾ അവിടെയും കുട്ടികളൊക്കെ കുറേ ഫോട്ടോസൊക്കെ അവിടെയൊക്കെ നിന്നെടുത്ത്. അപ്പം ഇനിയും ഇൻഷാ അല്ലാഹ് വേറൊരു കല്യാണം വരുന്നവരേക്കും ഒരേ നല്ല ഓർമ്മകളായിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ. അതൊക്കെ ഇങ്ങനെ യൂട്യൂബിലിടുമ്പോൾ നമുക്ക് കുറേ നാൾ ഇതൊക്കെ കാണാമല്ലോ. പിന്നെ ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ കൂടെ നിന്ന്. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു. പിന്നെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസും ഒക്കെ കഴിഞ്ഞ് പിന്നെ നല്ലൊരു ഓർമ്മ കേട്ടോ. പിന്നെ വയ്യാതായി എന്നുള്ളൊരൊറ്റ ഇതേ ഉണ്ടായുള്ളൂ.